എനിക്കിവിടെയുള്ള പല റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് വലിയ ആൾക്കാരെന്നറിയാം, നല്ല പരിചയമുണ്ട്, നല്ല സ്നേഹബന്ധമുണ്ട്. പക്ഷേ ഇവരോട് ആരോട് ഞാൻ ബിസിനസ് ചെയ്യില്ല. ഈ ഒരു 2024 വരെ ആക്ച്വലി ഭയങ്കര ബൂമിംഗ് ആയിരുന്നു വിദേശത്തേക്ക് പോകുന്നത്, എസ്പെഷ്യലി യൂറോപ്പ് കൺട്രിയും കാനഡ, UK പോലെ US സോ ഇപ്പോൾ അതൊന്ന് സ്റ്റോപ്പായെന്ന് തന്നെ പറയാം. അതായത് ഇത് എസ്പെഷ്യലി ജോലിക്ക് പോകുന്നവർ, പിന്നെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അതെല്ലാം അത്യാവശ്യം ഇനിയും ഉണ്ടാവും കാനഡയ്ക്കായാലും. സോ ഇത് ഇനി മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇനി വരണ്ട ഏകദേശം ഫില്ലായി. അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനമാണ് മുല്ലപ്പെരിയാർ. എക്സാക്ട്ലി ഈ ഭാഗത്ത് ഈ സൈഡ് നമ്മൾ കൊച്ചി അല്ലേ, എറണാകുളം പകുതി പോവില്ലേ? എറണാകുളത്ത് എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? യെസ്. അവിടെ കല്ലിട്ടതേ ഉള്ളൂ, അവിടുത്തെ സ്ഥലത്തിൻ്റെ റേറ്റ് മാറി. അതാണ് അവിടുത്തെ വ്യത്യാസം. യെസ്. ജനം മനസ്സിലാക്കണം, ഇവിടെ അത്ര ഇൻഫ്രാസ്ട്രക്ചർ, മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ ബിസിനസ്സുകാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ. പിന്നെ എല്ലാത്തിലും ഇത്രേ ഉള്ളൂ, റിസ്ക് എടുക്കുക എന്നുള്ള കാര്യമുണ്ട്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും എന്തായാലും. പക്ഷേ റിസ്ക് എടുത്തോ എന്ന് കരുതി മറ്റേ സിനിമയിൽ നായകന്മാർ ചാടി മറിയുന്നു, ഇടിക്കുന്നു, വെടിയുണ്ടാക്കി നിൽക്കുന്ന ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള റിസ്ക് അല്ല, കാൽക്കുലേറ്റഡ് റിസ്ക്. വെള്ളം കയറാൻ ചാൻസ് ഉള്ള പുഴയോരത്തെ പ്രോപ്പർട്ടിയിൽ ദിവസം 15,000, 20,000, 30,000 പോസിബിലിറ്റി ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസുകാർ വരുമ്പോൾ അയ്യേ പോടാ എന്നുള്ള മൈൻഡാണ്. പ്രീമിയം റിയൽ എസ്റ്റേറ്റിൻ്റെ, അതുപോലെ തന്നെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, അക്രോസ് ഗ്ലോബലി റിയൽ എസ്റ്റേറ്റിൻ്റെ സ്കോപ്പ് എന്താണ്, എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നത്, റിയാലിറ്റി എന്തൊക്കെയാണെന്നാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ദിപിനാണ്, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള, കൺസൾട്ടൻ്റ് ആയിട്ടുള്ള, കോർപ്പറേറ്റ് ട്രെയിനർ ആയിട്ടുള്ള നിജോ ഉണ്ട്. ബാക്ക് ടു ദ ദിപിൻ. ശരിക്കും റിയൽ എസ്റ്റേറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിനായാലും ഒരു പേഴ്സണായാലും? കംപ്ലീറ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ? റിയൽ എസ്റ്റേറ്റ് ഞാൻ പറയുന്നത് എല്ലായിടത്തും റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഏതൊരു ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കും റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോട്ട്. എൻ്റെ തോട്ടുള്ളത് ഉള്ളത് തന്നെയാണ്. ഇപ്പോഴുള്ള എല്ലാ ബിസിനസ്സുകാരും റിയൽ എസ്റ്റേറ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടച്ച് ചെയ്യാതെ, അല്ലെ ഒന്ന് തൊട്ട് തലോടി പോകാതെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നാളെ ഒരു ചെറിയ ഒരു ചായക്കട തുടങ്ങുന്ന ആളും ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അയാളും ഇപ്പോൾ ഒരു സ്ഥാപനം എടുക്കുന്നുണ്ട്, റെൻറ്റിന് എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ തുടങ്ങും. ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങുന്ന ആൾ, അവരൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവരെന്തായാലും റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായി മാറും. പിന്നീട് ഫ്യൂച്ചറിൽ ആ ബിസിനസ് പോകെ അവർ റിയൽ എസ്റ്റേറ്റിനെ അസറ്റാക്കി മാറ്റിക്കൊണ്ട് വരികയും ചെയ്തുകൊണ്ട്. അതെ, അത് രണ്ട് തരത്തിലും, കമേഴ്ഷ്യലായിട്ടും ഈവൻ സാധാരണ ആൾക്കാർ പോലും റിയൽ എസ്റ്റേറ്റ് അവരുടെ അസറ്റ് പോർട്ട്ഫോളിയോയിൽ, അല്ലേ, വെൽത്ത് പോർട്ട്ഫോളിയോയിൽ ഒരു വലിയ ഫാക്ടറാണ്. തീർച്ചയായിട്ടും. പക്ഷേ അതിന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മിത്സും ഉണ്ട്, ഒത്തിരി മണ്ടത്തരങ്ങളും ആൾക്കാർ കാണിക്കാറുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഒന്ന് അറിയേണ്ടത്. ബേസിക്കലി ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കോർ ഫങ്ഷൻസ് നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് എടുക്കുമ്പോഴോ അതിൻ്റെ നീഡ് മനസ്സിലാക്കി അത് എങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്? മെട്രിക്സ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനതിന് വളരെ വലിയ ആധികാരികമായിട്ട് റിയൽ എസ്റ്റേറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയാൻ ഉള്ള ആളല്ല. കാരണം ഞാൻ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ വന്നിട്ട്, ഒരു 4-5 വർഷമാകുന്നേ ഉള്ളൂ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ ഇത് ആൾക്കാർ കൂടുതലും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ കൂടെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആളുകൾ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നത്. ഈ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെ സെയിൽസിൽ തന്നെ നേരത്തെയൊക്കെ ആളുകൾ കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത്ര കിട്ടും, നേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം സെയിലാകും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി, കൃത്യമായിട്ട് എത്രത്തോളം റിട്ടേൺസ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ബിസിനസ് ലാസ്റ്റ് 5 ഇയേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം മിനിമം ഒരു 10% എങ്കിലും അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 5 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസം അവർക്ക് എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം രൂപയെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി. അപ്പോൾ കൃത്യമായിട്ടും ആ റിട്ടേൺസ്, അതിപ്പം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം അവിടുത്തെ ഫീസിബിലിറ്റി എന്താണ്. അതിനാദ്യം ചെയ്യേണ്ടത് ഞാൻ പറയും, നമ്മൾ കണ്ണ് തുറന്ന് യാത്രകൾ ചെയ്യണം, കണ്ണ് തുറന്ന് നടക്കണം എന്നുള്ളത്. കാരണം ഒരു സ്ഥലത്തോട് നടക്കുന്ന സമയത്ത് കണ്ണ് തുറന്ന് അപ്പോൾ എല്ലാവരും കണ്ണ് തുറന്ന് വെച്ചാൽ നടക്കുന്നത് ചിലപ്പോൾ കാണുന്നവർ ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല, ഈ എന്തൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ എന്താണ് നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അത് ആ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഈ അല്ലെ ആൾക്കാർ ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ കൂടി എല്ലാം പോകും, പക്ഷെ ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി ശ്രദ്ധിക്കത്തേയില്ല. അതാ, കാരണം ശ്രദ്ധിച്ചാൽ മതി, ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ ഇത് ഇനി അടുത്ത വാടക വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരാൾ ഇപ്പോൾ ഇറങ്ങി അവിടെ കിട്ടും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ കേട്ടൊരു കാര്യമാണ്,
ഒരു രാജ്യത്തിൻ്റെ വളർച്ച മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വളർച്ച മനസ്സിലാക്കുന്നത്, ആ സ്ഥലത്ത് എത്രത്തോളം കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്, അവിടെ എത്രത്തോളം വലിയ വലിയ ക്രെയിനുകൾ നിൽക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അവിടെ എത്രത്തോളം വലിയ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. സോ നമ്മുടെ കൊച്ചി എടുത്ത് നോക്കിയാൽ കൊച്ചിയിൽ എത്രത്തോളം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കാലിക്കറ്റ് നോക്കിയാൽ കാലിക്കറ്റ് അതേപോലെ ഞാൻ കൊച്ചിയുടെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ കാലിക്കറ്റ് ഞാൻ പറയും. കാലിക്കറ്റ് വളരെ വലിയ രീതിയിൽ ബൂമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, ആസ് വെൽ ആസ് ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് നടക്കുന്നുണ്ട്. പലരും പറയുന്നത് അടുത്തിടെ കുറേ റീൽസിലൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടത്തരാണ്, അസറ്റ്സിൽ റെസിഡൻഷ്യൽ ആയാലും പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടത്തരാണെന്നൊക്കെ കുറേ ആളുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിന്റെ ഇപ്പം ഏറ്റവും കൂടുതൽ ആഴ്ച പോകുന്നത് അല്ലേ? പക്ഷെ ആക്ച്വലി അത് ക്ലിക്ക് ബൈറ്റും ആണ് കുറെ. അവരത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മിച്ചോ, ഇതിനകത്ത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പം ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നത് കാരണം ദുബായ്മാർക്ക് അവർക്കറിയാം ഇനി അവർക്ക് ആകെ പോകുള്ളത് ഈ വക കാര്യങ്ങളേ ഉള്ളൂ. ഫോസിൽ ഫ്യൂവലിന്റെ കാലങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു, അത് എണ്ണപ്പെട്ട് കഴിഞ്ഞു. എസ്പെഷ്യലി ദുബായ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കറിയാം, അവർ ലോകത്തിലുള്ള എല്ലായിടത്തും ഉള്ള ആളുകളെ അവർ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവർക്ക് അവിടെ താമസിക്കാം, അവിടെ ബിസിനസ് ചെയ്യാം, ടാക്സ് ഇല്ല, ഗോൾഡൻ വിസ കാര്യങ്ങളൊക്കെ. റിയൽ എസ്റ്റേറ്റ് ലോക്ക് ആക്കുമല്ലേ? വൺസ് അവിടെ ലോക്ക് ആയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരണം അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യണം, അവിടെ ഫണ്ട് ഇറക്കണം. അപ്പം ഈ ദുബായ് അവർക്കറിയാം കൃത്യമായിട്ടും അവിടേക്ക് ആളുകളെ അവരെ എങ്ങനെ അട്രാക്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഒരു ടാക്സിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ടാക്സ് ഇല്ല, ബിസിനസ് ചെയ്യുന്ന സമയത്ത് ടാക്സിൻ്റെ പല ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയത്ത് ആളുകൾ തീർച്ചയായിട്ടും അവിടെ പോകും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദുബായിലും ഉണ്ട് പല പ്രോപ്പർട്ടീസും നമ്മൾ പറയും ഇത്രയും കൃത്യമായ ഒരു 10 to 12% ROI നമുക്ക് കിട്ടും, നിങ്ങൾ ധൈര്യത്തെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും വാങ്ങിച്ചിട്ട് റെന്റിന് കൊടുക്കാൻ നോക്കിയിട്ട് റെന്റ് ഔട്ട് ആകാത്ത പ്രോപ്പർട്ടീസ് ഉള്ള ആളുകളെ നമ്മൾക്കറിയാൻ വ്യക്തമായിട്ട്. സോ അത് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളിടത്താണ് കാര്യമിരിക്കുന്നത്. ഇപ്പോൾ ദുബായിൽ എല്ലായിടത്തും നല്ലതാണ്, എല്ലായിടത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ, കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നത് മണ്ടത്തരം തന്നെയാണ്. ഇല്ല, ചിലപ്പോൾ ഇത് ഒത്തിരി സ്കാമും ഉണ്ടാവും, നമുക്ക് അറിഞ്ഞൂടല്ലോ. ലൈക്ക് എവിടെയെങ്കിലും ലൈക്ക് ഒരു ഗ്രോത്ത് ഇല്ലാത്തടത്ത് പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്, ഗവൺമെന്റ് പ്രോജക്റ്റ് വരുന്നുണ്ട് അല്ലേ? അതെന്താ വെച്ചാലേ ഇപ്പൊ ദുബായിലെ കേസ് സംസാരിക്കണ എല്ലാവരും ഒരു ഡ്രീമാണ്, അവിടെ പോകണം, എന്തെങ്കിലും ചെയ്യണം, എസ്പെഷ്യലി ബിസിനസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര അട്രാക്റ്റീവാണ് ഈ സംഭവം. ആരായാലും ഒന്ന് ചിന്തിച്ച് പോകും, ഇൻവെസ്റ്റ് ചെയ്ത് ട്രൈയും ചെയ്യും. പക്ഷെ ഫെയിലിയർ ആവുന്ന കാര്യം അവിടെ ആരും പറയുന്നില്ല. ഫെയിലിയർ ആയവനും വീഡിയോയിലോ അല്ലെങ്കിൽ എങ്ങും വന്ന് സംസാരിക്കുന്നുമില്ല. ആരെങ്കിലും പറയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് പറ്റിക്കപ്പെട്ടു അങ്ങനെ പറയത്തില്ല. പലരും ബഹുഭൂരിപക്ഷം ബിസിനസ്സുകാരും അത് എനിക്ക് നമ്മളായാലും നമുക്കൊരു ചതുവ് പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ഒന്നും ഹൈലൈറ്റ് ചെയ്യില്ല. ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മളത് പ്രശ്നമാക്കി ഇഷ്യൂ ആക്കി പോകുന്നത്. ഒരുപാട് പേർ ഇപ്പം ഈ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ കാണാനായി മരുഭൂമി കാണിച്ചത് ഇവിടെ ഫ്ലാറ്റ് വരാൻ പോകുന്നുണ്ടോ, ഒരു നല്ല കട്ട മരുഭൂമിയിൽ. അപ്പം അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ട് പാവം പിടിച്ച നല്ല മോട്ടിവേഷൻ പറയാണ്. ശരിയായിരിക്കും, മേ ബി വരാതിരിക്കാം. ദുബായിൽ ഇപ്പം മരുഭൂമിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളുണ്ട് വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ആവുന്നത് ദുബായിൽ തന്നെ അല്ലേ. GCC കൺട്രീസ് പലയിടത്തും, ഇപ്പം GCCയിലെ ബാക്കിയുള്ള കൺട്രീസും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരാക്കാൻ പോവാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ്. അല്ല, എല്ലായിടത്തും അക്രോസ് ഇത് മാറുന്നുണ്ട്. ഈ ശരിയാ പറഞ്ഞ പോലെ തന്നെ ഇതിലെല്ലാം സത്യം പറഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്ക്. എന്താ ഇവർ എക്സ്പേർട്സ് ആണോ? കാരണം മാർക്കറ്റിംഗ് അത്ര എളുപ്പമായി, ആൾക്കാരിലോട്ട് വേഗം എത്തിക്കാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയതുകൊണ്ട് ഇപ്പോൾ റിയൽറ്റേഴ്സ് എന്നുള്ള എസ്പെഷ്യലി അവർ ഭയങ്കരമായിട്ട് റീച്ചും അവർ ടാക്ടിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഈ GCCയിലൊക്കെ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഒരു കൺസ്ട്രക്ഷൻ ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്ന പറയട്ടെ, ഓരോ ലാംഗ്വേജിലുള്ള ആൾക്കാരെ ഹയർ ചെയ്യും. ഇപ്പം കേരളത്തിൽ തന്നെ ഒത്തിരി പേര് ഒരു സ്പെസിഫിക് GCC കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് മൊത്തം പ്രൊമോഷൻസും ചെയ്യുന്നത്. അവർ പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ട് അങ്ങ് കയറ്റി അങ്ങ് എറിയും, അവിടെയുണ്ട് ഇവിടെയുണ്ട്. കാരണം നമ്മൾ ക്ലിക്ക് ബൈറ്റ് റെഡിയാ, വീഴാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാ. കാരണം 10 പേരോട് പറഞ്ഞാലല്ലേ എനിക്ക് അവിടെ ഇതുണ്ട്. എല്ലാവരും ഒന്നും അധികം വീഴുന്നില്ല. നമ്മുടെ നാട് നല്ലതാണേ, നല്ല നനവുള്ള മണ്ണാണ് നമ്മുടെ നാട്. നാട്ടിൽ അതേപോലെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. നാട്ടിലും ഈ റിയൽ എസ്റ്റേറ്റിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് കിട്ടുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെ, നാട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. എന്താ യൂസഫ് അലി പുള്ളിക്കാരൻ ഇവിടെ ഇതൊക്കെ തുടങ്ങിയത് കാണാതെയാണോ? അതേ കോട്ടയത്ത് തുടങ്ങുന്നു, ബാക്കി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പുള്ളി തുടങ്ങുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്നുമല്ല, വലിയ രീതിയിൽ തന്നെ തുടങ്ങുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യമാണ്, ഒത്തിരി റിയൽ എസ്റ്റേറ്റിൽ വരുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആളുകളും പഠിക്കാനായാലും മൈഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ യൂറോപ്പിലേക്കാണ്.
സോ മുമ്പ് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്തിരുന്നവർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഒത്തിരി പേര് വീട് പണിയുക, സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ പ്രീമിയം പ്രോപ്പർട്ടീസ് ഓർ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂറോപ്പിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും തിരിച്ച് ഞങ്ങൾ ഇനി വരുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ആക്ച്വലി ഇറ്റ്സ് സത്യാവസ്ഥയാണ്, അതാണ് സത്യാവസ്ഥ. സോ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സമയത്ത് GCC കൺട്രീസിലേക്ക് ഭയങ്കര ഒഴുക്കായിരുന്നു. ജോലിക്ക് പോകുന്നു, തിരികെ വരുന്നു, പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ആ കാലഘട്ടം മാറുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നു, അവിടെ സെറ്റിൽഡ് ആകുന്നു, അവിടെ താമസിക്കുന്നു. ഇവിടെ അസറ്റുള്ള ആളുകളുമുണ്ട്, അവിടെ അസറ്റുള്ള ആളുകളുമുണ്ട്. എത്രയ്ക്ക് ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല ആളുകൾക്കും നാട് എന്ന് പറഞ്ഞ ഒരു വൈകാരികമായ ഒരു കാര്യമുണ്ട്. അവർ പലരും ഇവിടെ റെസിഡൻഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, കൊമേഴ്ഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും പേടിയുണ്ട്. നേരത്തെ പറഞ്ഞവർക്ക് പലയിടത്തും ചതിവുകൾ പറ്റിയിട്ടുള്ള ആളുകളുണ്ട്, പലർക്കും അങ്ങനെ ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. ഞാൻ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? അവൻ്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലോ അവിടെ നിൽക്കുന്ന പറ്റിക്കും. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്ന പല ഏജൻറ്റുമാരും അല്ലെ പല ആളുകളും കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പരിപാടി കാണിക്കും. അതെനിക്ക് ഈ ഒരു ഇൻഡസ്ട്രി വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം 5 രൂപയ്ക്ക് വിൽക്കണമെന്ന് പറഞ്ഞാൽ അവൻ 15 രൂപയ്ക്കേ വിൽക്കുള്ളൂ, അവിടെ റേറ്റ് കയറ്റും. ഈ പറഞ്ഞ സാധനം ഈ കണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവൻ ഡയറക്റ്റ് കസ്റ്റമറെ ഒരിക്കലും ഇവൻ അറിയുന്നുണ്ടാവില്ല. ഇപ്പം വിൽക്കാൻ ഇട്ടേക്കുന്ന പ്രോപ്പർട്ടി 5 രൂപ ഉണ്ടാവുള്ളൂ അതിന്. അല്ല, പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ കൂടുതൽ കിട്ടുക, ക്വിക്ക് വാല്യൂ അല്ലേ? കമ്മീഷനൊക്കെ മാറി, കമ്മീഷൻ കയറ്റി വെപ്പാ, അതിൽ നിന്ന് അങ്ങ് എടുക്കുക, അതിൽ നിന്ന് എടുക്കുക. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണത്തില്ല, അവിടെ പെട്ടുപോകുന്നേ. ആ പോയിന്റ് ചിന്തിക്കുമ്പോഴത്തേക്ക് അവൻ 5 കോടി രൂപ പറഞ്ഞ സാധനം ഇവൻ വന്ന് 15 കോടി രൂപ പറഞ്ഞു. ആകെ ഇപ്പം 15 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5 ലക്ഷം വരുമാനം. ആക്ച്വലി അതിന് 5 കോടി ഉണ്ടാവുള്ളൂ, 5 ലക്ഷം വരുമാനം ഉണ്ടാവും. അവൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും അത്. പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളായിരിക്കത്തില്ല. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവനും കമ്മീഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഷെയർ കൊടുക്കണമെന്ന് പറയുന്ന കാലഘട്ടമാണ്. ഇപ്പം ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് സത്യം പറഞ്ഞാൽ സെല്ലേഴ്സിൻ്റെയും പേടി അതാണ്. ആരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നല്ല പ്രോപ്പർട്ടി, അവിടെ ട്രസ്റ്റ് പോയില്ലേ. ഇപ്പം എന്നോട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര്? ഞാൻ ഒറ്റയ്ക്കേ ചെയ്യുള്ളൂ. ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഡീലറാണോ ചേട്ടാ? താല്പര്യമില്ല, മറ്റൊന്നുമല്ല. ചേട്ടന് ഞാനിവിടെ എനിക്കിവിടെയുള്ള പല റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് വലിയ ആൾക്കാരെന്നറിയാം, നല്ല പരിചയമുണ്ട്, നല്ല സ്നേഹബന്ധമുണ്ട്. പക്ഷേ ഇവരോട് ആരോട് ഞാൻ ബിസിനസ് ചെയ്യില്ല, അത് ഉറപ്പാണ്. ചെയ്യാത്ത മറ്റൊന്നുമല്ല, അവരോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല. കാരണം നമ്മൾ അവരുമായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വാക്കിൻ്റെ പുറത്ത് പോകുന്ന ബിസിനസ്സാണ്. കയ്യിലേക്ക് കാശ് വരുമ്പോൾ എല്ലാ മനുഷ്യനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ സാധനം കാണുന്നുണ്ടോ? ഇത് കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അത്രയല്ലേ പറഞ്ഞേ, ഇത് കാണിച്ചാൽ എനിക്ക് ഇന്ന ആളാണ്, അയാൾക്ക് കൊടുക്കണം, ഇയാൾക്ക് കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്കില്ല, അത്രേ ഉള്ളൂ. ടെൻഷനില്ല. ഈ 500 പേരുമായിട്ട് ഈ ഇടി ഉണ്ടാക്കാൻ പോകുന്ന എന്തിനാന്നേ? ഇല്ലെങ്കിൽ വേണ്ട, ആ ബിസിനസ് ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. കൂടുതലും കൂട്ട് ബിസിനസ്സുകളാണ്, കൂട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ മിജോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് ട്രസ്റ്റ് പലപ്പോഴും നഷ്ടപ്പെടും. അപ്പോൾ പലരും പല രീതിയിലും ചതിക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കൂടുതലല്ല, GCC കൺട്രീസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലും സമാജങ്ങൾ ഇഷ്ടം പോലെ, കൂട്ടായ്മകൾ ഒരുപാടാണ്. നമ്മുടെ അവരുടെ കൂട്ടായ്മകളുടെ ശക്തിയൊന്നും നമ്മളുടെ ഇവിടുത്തെ കൂട്ടായ്മകൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ അവർ ആ കൂട്ടായ്മയും പറയും, വെറുതെ നമ്മൾ പരിപാടിക്കൊന്നും പോകണ്ട. അവരെന്തായാലും പബ്ലിക്കലി അല്ലാതെ പറഞ്ഞില്ലെങ്കിലും അവരുടെ കൂട്ടായ്മകൾക്കിടയിൽ അവർ പറയും. സോ ഇതൊരു പാട്ടായി മാറും, വേർഡ് ഓഫ് മൗത്ത് ആയിട്ട് അതങ്ങ് പോകും. ഇങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ അത് ലൈക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇവിടെ നിന്ന് ഒത്തിരി പേര് യൂത്ത്സ് അവിടെ പോകും, അവിടുത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർ തന്നെ പറയും, ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ പോവണ്ട, ചെയ്യണ്ട. ലൈക്ക് അവരവിടുത്തെ മെൻറ്റേഴ്സാണ്, അവരുടെ അവിടുത്തെ ലൈവ്ലിഹുഡിന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കമ്മ്യൂണിറ്റീസ് അവിടെയുണ്ട്. ഇപ്പം UK-ലായാലും US-ലായാലും അല്ലേ, അല്ലെങ്കിൽ GCC-ലായാലും. അപ്പോൾ അവർ പറയുന്ന ഗൈഡൻസ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവർ പോകുന്നത്. ആ ഒരു ട്രെൻഡ് മാറ്റാൻ പറ്റണം, അല്ലേ? അത് മാറും. ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു 2006, 2008 കാലങ്ങളിൽ 10-20 ലക്ഷം മാത്രമൊക്കെ ഉണ്ട് പോപ്പുലേഷൻ കൂടുതലും പുറത്തുള്ളവർ കാനഡയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ ആ രാജ്യം ഇപ്പം അവിടെ തന്നെ ഇഷ്യൂസൊക്കെ വന്നു കേൾക്കുന്നുണ്ടല്ലേ, കുറേ ഇഷ്യൂസായി. ഇപ്പം അല്ല, യൂറോപ്പും US-ഉം കാനഡ എല്ലാം ഇഷ്യൂസായി. അപ്പോൾ അവരൊക്കെ
സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മുടെ നാട് പോലെ വളരുന്നൊരു നാട് വേറെ ഉണ്ടോ ഇന്ത്യ മാറുന്ന പോലെ? ഇല്ല. അതായത് എത്ര പോപ്പുലേഷൻ വന്നാലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം grow ഉണ്ടെന്നേ. ആവുന്നു. അതെ അതെ. നമ്മൾ ഇപ്പം പലരും, എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യമാണ് ചില ആളുകൾ, കേരളം എന്ത് ചെറുതാ, ഇവിടെ എന്താ സ്ഥലം ഇരിക്കുന്നത്, പക്ഷെ ഇവിടുത്തെ സാധ്യതകളോ ഇവിടുത്തെ സ്ഥലങ്ങളും സാധ്യതകളവർക്ക് അറിയാത്തോണ്ടാണ്. ടൂറിസോ എന്തല്ലേ. എന്താണ്, നമുക്ക് മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരദേശമുണ്ട്. നമ്മളെന്ത് ഭാഗ്യം ചെയ്ത ആളുകളാ. ആൾക്കാർ കൊതിക്കും ഈ യൂറോപ്പിലുള്ളവർ ഇവരൊക്കെ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? കാരണം കേരളം അത്രയ്ക്ക് അഡാപ്റ്റബിളാ. അതിൽ അതുപോലെ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലാണ് ഇതെല്ലാം കളിക്കുന്നതും. നല്ല സർവീസസ് കൊടുക്കാൻ പറ്റുവാണ്. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, അതൊക്കെയാണ് കേരളത്തിന്റെ ബാക്ക് ബോൺ അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോർണർ സ്റ്റോൺ ആണ് ഈ റിയൽ എസ്റ്റേറ്റ്. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ഒരു 2024 വരെ ആക്ച്വലി ഭയങ്കര ബൂമിംഗ് ആയിരുന്നു വിദേശത്തേക്ക് പോകുന്നത്, എസ്പെഷ്യലി യൂറോപ്പ് കൺട്രിയും കാനഡ, UK പോലെ US സോ ഇപ്പോൾ അതൊന്ന് സ്റ്റോപ്പായെന്ന് തന്നെ പറയാം. അതായത് ഇത് എസ്പെഷ്യലി ജോലിക്ക് പോകുന്നവർ, പിന്നെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അതെല്ലാം അത്യാവശ്യം ഇനിയും ഉണ്ടാവും കാനഡയ്ക്കായാലും. സോ ഇത് ഇനി മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി വരണ്ട, അവർ സ്ട്രിഞ്ചന്റ് ആക്കാൻ തുടങ്ങി. അവർക്ക് പണി, അവർ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി ഇവിടെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയി, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒന്നും ഇനി നടക്കില്ല എന്ന് വിചാരിക്കുന്നതിന് ഈ മാറാൻ തുടങ്ങും. ഇനി കൂടുതൽ വീണ്ടും ആളുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതെന്ത് പറ്റിയെന്ന് പറയട്ടെ, ഇവരൊക്കെ കാരണം ഇവരിവിടുന്ന് പോകുന്ന സമയം ഇവിടെയുള്ള എല്ലാം ചുക്കിനങ്ങ് വിറ്റു. കാരണം അച്ഛനും അമ്മയുടെ പോയിട്ട് മോൻ ഇനി സെറ്റിൽ ആവാൻ പോകുന്നത് UK അവൻ അവിടെ ഇനി പഠിക്കാൻ പോവുക. എന്നാൽ പിന്നെ ഇവിടെ ഞാൻ എന്തിനാണ് നിൽക്കുന്നത്, ഇതൊക്കെ ഞാൻ അങ്ങ് സ്പെൻഡ് ചെയ്ത് അവനെ അവിടെ പഠിപ്പിക്കാം. ഒരു 10-30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള പൈസ വെച്ച് അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കട്ടെ. പയ്യെ എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ ഫാമിലിക്കും അങ്ങോട്ട് പോവാം. ഇനി ആ ട്രെൻഡ് പയ്യെ മാറിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പോവുക. കാരണം ഇതൊക്കെ നമുക്കറിയുന്ന കാരണം എന്താ, നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ട്. നമുക്ക് ഈ ക്ലയൻറ്റുകളെ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് ബ്രാൻഡ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് നിൽക്കുമ്പം എന്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അവർക്ക് ഈ സാധാരണ നമ്മൾ ഓഡിയൻസിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒത്തിരി ഡിലേ വരും. അത് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ ഫാക്ടറാണ് അല്ലേ? ഇതിനകത്തെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ വേറൊരു വലിയൊരു PR വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ പറഞ്ഞു തുടങ്ങി കേരളത്തിൽ ഇനി അടച്ചിട്ട വീടുകളും കുറേ വയോധികന്മാരും മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ ഒരു PR വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. കേരളത്തിൽ എത്ര വീട് അടഞ്ഞു കിടക്കുന്ന വീടുകളുണ്ടാവും. ഈ അടഞ്ഞു കിടക്കുന്ന വീടുകൾ മറ്റൊരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർ വിൽക്കുന്നുണ്ട്, അവിടെ വാങ്ങാൻ ആളുണ്ട്. ഇവിടെ ഒരു പ്രോപ്പർട്ടിയും ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1200-ലധികം പ്രോപ്പർട്ടീസ് വിൽക്കാനിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ചെയ്താണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഡയറക്റ്റ് ചെയ്തെന്നല്ല, ഞാൻ നമ്മുടെ കൂടെയുള്ള ആളുകൾ കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസ് ഒന്നും ഇപ്പോഴും വിൽക്കാനായിട്ട് കിടക്കുന്നില്ല. ഇതൊക്കെ വിറ്റിട്ട് ഇതിൻ്റെ ഇരട്ടി പ്രോപ്പർട്ടീസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിൽക്കുന്നുണ്ട്, ഇത് വിൽക്കുന്നുണ്ട്, വാങ്ങാൻ ആളുണ്ടല്ലേ. ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോഴേ, നമുക്കിപ്പോൾ ഒരു ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കാം, എന്താണെങ്കിലും ഒരു ബിൽഡിംഗ് ആവാം. അതിനെ വെറുതെ അതെന്താണോ അങ്ങനെ തന്നെ വിചാരിച്ചാൽ, അങ്ങനെ തന്നെ കണ്ടാൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ ഇവിടെ മാറ്റങ്ങൾ അതിലെ, അതായത് എവിടെയെങ്കിലുമുള്ള നീഡിനെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ വാല്യൂ ക്രിയേഷൻ ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഇടക്കാലത്താണ് ഹൈപ്പായത് സ്റ്റേക്കേഷൻസ്. അത് വെക്കേഷൻ്റെ ഒരു വേറൊരു സ്ഥലം, പുറത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ, അല്ലെങ്കിൽ കാലിക്കറ്റ് തന്നെ, തൃശ്ശൂർ തന്നെ, നമ്മളിപ്പോൾ IT ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കണം, അവർ ഫാമിലി ഒരു ഗ്യാതറിങ് ചെയ്യണം. ഇപ്പം അങ്ങനെ ഒരു ലൈഫ്, അതിന് വേണ്ടിയിട്ടുള്ള വീട്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്ന്, ഈ അടച്ചിട്ട വീടുകളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ അത് ബൂം ചെയ്ത് തുടങ്ങി. ബേസിക്കലി ബാംഗ്ലൂരിൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. ഇങ്ങനെ കിടക്കുന്നതെല്ലാം സ്കൗട്ട് ചെയ്തിട്ട് അവിടെ എക്സ്പീരിയൻസ് കൊടുത്ത് Airbnb ത്രൂ, കാരണം പ്രൊഫഷണൽസ് തന്നെ അവർ പയ്യെ അതിൽ നിന്ന് തന്നെ 20-30 ലാക്ക് പെർ മന്ത് ഒക്കെ ജനറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അവർക്ക് ഒരു 30-20 ലിസ്റ്റിങ്സ് ഓൾറെഡി വരുക. കാരണം അവരെന്താ ചെയ്യുന്നത്, ആദ്യം ഒരു പ്രോപ്പർട്ടി ചിലപ്പോൾ മേടിക്കും, അതുകഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് പഠിച്ചിട്ട് ഓരോ പ്രോപ്പർട്ടീസ് ഓരോ സ്ഥലത്തും സ്കൗട്ട് ചെയ്ത് അതിൻ്റെ പ്രൊമോഷൻസ് റൺ ചെയ്ത് ത്രൂ അക്രോസ് Airbnb അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. Airbnb മാത്രം മതി. ഇപ്പോൾ പുഴയോരത്ത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോഴും മനുഷ്യർ ചിന്തിച്ചോണ്ടിരിക്കുന്നത് 6-8 വർഷം മുമ്പ് ഇവിടെ ഫ്ലഡ് വന്ന് വെള്ളം കയറി ആ സ്ഥലത്തിന് വില കുറയും, ഇനി അവിടെ ആരും എടുക്കില്ല. പക്ഷേ അവിടെയാണ് പോയെടുക്കണം. ശരിയാ, അവിടെ പോയി ആ പ്രോപ്പർട്ടി വാങ്ങിക്കണം. ഞാൻ പറയുന്നത് അവിടെ പോയി നിങ്ങൾ ആ പ്രോപ്പർട്ടി വാങ്ങിക്കുക,
നിങ്ങളത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിടുക. ഈ പറഞ്ഞ Airbnb-യിലോ അവിടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിടുന്നേ. സ്വന്തമായിട്ടും ചെയ്യാം. പിന്നെ സ്വന്തമായിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ, അത് വൃത്തിയാക്കാനുള്ള ഫണ്ടും എങ്ങനെ അതിന്റെ വേണമെങ്കിലും ഒരു വാല്യൂ അപ്രീസിയേഷനും എല്ലാം വരുവാ. ഒരു മാസം നിങ്ങൾ റെന്റ് കൊടുത്താൽ ചിലപ്പോൾ 10,000 കിട്ടി. ഇത് ഒരു ദിവസം ഒരു ദിവസം കിട്ടും 15,000 രൂപ. അതെ, ആ വാല്യൂ ഇത് എങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും അറിഞ്ഞൂടാ. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒത്തിരി പേർക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷേ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ പറയും ഇതൊന്നും പറ്റത്തില്ല. കാരണം മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുക. ഒരു 10 year ബിഫോർ ഉള്ള മാർക്കറ്റ് അല്ല റിയൽ എസ്റ്റേറ്റ് അല്ല ഇപ്പം. കാരണം ആൾക്കാരുടെ കയ്യിൽ ഫണ്ടുണ്ട്, പക്ഷെ അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. കറക്റ്റ്. അല്ലേ? അതെ. അതൊരു വലിയ ഈ ഫ്ലഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വരുന്ന സമയത്ത് 2018 ഫ്ലഡ് ഇവിടെ വന്നതാണോ, 2019 വന്നതാണോ, ഇവർക്ക് ഇതിൻ്റെയൊക്കെ കണക്ക് വേണം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് 90-കളിൽ കണ്ട മൂന്നാറിലൊരു ഫ്ലഡ് ഉണ്ടായെന്ന് പറയപ്പെടുന്നില്ല, സംഭവിച്ച കാര്യമാണ്. അന്നത്തെ ടൗൺ ഇന്നും പറഞ്ഞ മൂന്നാറിൽ ഇപ്പോൾ ആൾക്കാർ വാങ്ങി കിട്ടാനില്ല. അതെ, അല്ല അത് നീഡ് മനസ്സിലാക്കണം. ഇവർ ഇതിൽ നിന്ന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയാലല്ലേ ഈ ചോദ്യങ്ങൾ റെലവെന്റ് ആവുള്ളൂ. ഇവിടെ മറ്റൊരു ട്രെൻഡ് ഇപ്പം ഉണ്ട് കേട്ടോ. ഞാൻ റീസെൻ്റ്ലി ഇതുമായി നമ്മുടെ ക്ലയൻസും ഇതുപോലെ സ്ഥലം വിൽക്കണം അല്ലെങ്കിൽ വീട് സെല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് പേര് ഇപ്പോഴും ടെൻഷനിലാണ്. അതായത് ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ വെള്ളം കയറുമോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നല്ലൊരു സ്ഥലത്തേക്ക് ഇത് വിറ്റിട്ട് സ്ഥലം മാറാം, ഇങ്ങനെ ഒരു ടെൻഷനിലിട്ട് ഒരുപാട് വിഭാഗം ആളുകൾ ഉണ്ട് ആക്ച്വലി. അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനമാണ് മുല്ലപ്പെരിയാർ. എക്സാക്ട്ലി. ഈ ഭാഗത്ത് ഈ സൈഡ് നമ്മൾ കൊച്ചി അല്ലേ, എറണാകുളം പകുതി പോവില്ലേ? എറണാകുളത്ത് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? യെസ്, അതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടി രൂപ അല്ലെങ്കിൽ ഒരു 70 ലക്ഷം രൂപ, അത്യാവശ്യം നല്ലൊരു വീട് 50-60-70 ലക്ഷം രൂപ വേണം കൊച്ചിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടി 70 ലക്ഷം അല്ല 1 കോടി നമ്മുടെ ഒരാളുടെ ജീവിതത്തിലുള്ള മൊത്തം സമ്പാദ്യമായിരിക്കാം അത് വെച്ചിട്ട് അയാൾ ഒരുപാട് ചിന്തിക്കും. മറ്റേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ എത്ര ബിസിനസ്സാണ് കൂണ് പോലെ മുളച്ചു വരുന്നത്. നിങ്ങൾ പണ്ട് നമ്മളുടെ ബൈപ്പാസ് എടുക്കുന്ന സമയത്ത് എത്ര വലിയ ബിസിനസ്, വലിയ കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഒബ്രോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണം കുറേ കടകൾ കാണണമെന്നുണ്ടെങ്കിൽ തുടങ്ങിയ സമയത്ത്. അതെ ശരിയാ. ഇപ്പം അത് സൈഡ് ഫുള്ള് കൺജസ്റ്റ് ആണ്, വേക്കൻറ്റ് ലാൻഡുകൾ വളരെ വിരളമാണ്. അതെ അല്ലേ? അതെ. ഈ ബൈപ്പാസ് മാറി അടുത്ത ബൈപ്പാസ് വരാൻ പോകുന്നു. അതെ, അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അവിടെ കല്ലിട്ടതേ ഉള്ളൂ, അവിടുത്തെ സ്ഥലത്തിൻ്റെ റേറ്റ് മാറി. അതാണ് അവിടുത്തെ വ്യത്യാസം. ജനം മനസ്സിലാക്കണം. ഇവിടെ അത്ര ഇൻഫ്രാസ്ട്രക്ചർ, മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുണ്ടെങ്കിൽ ഈ വലിയ ബിസിനസ്സുകാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യൂ. ഇവിടെ ഈ ബൈപ്പാസ് ഒക്കെ എന്തിനാ ഉണ്ടാകുന്നത്? സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്തതിന്റെ അവർക്ക് അതിലൊരു പ്ലാൻ ഉണ്ടല്ലോ. കലാമിറ്റീസ് വരാം, ബട്ട് സ്റ്റിൽ അല്ലേ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. അങ്ങനെ കലാമിറ്റീസ് വരുമെന്ന് നമ്മൾ ഇപ്പോഴേ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അമേരിക്കയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭീകരമാണ് കാണുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊക്കെ ചിന്തിച്ചിട്ട് ഇവിടെ കാട്ടുതീ വരുമോ, ഫ്ലഡ് വരുമോ എന്നൊക്കെ ജീവിക്കാൻ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒരു 10-35 വയസ്സായി കഴിഞ്ഞാൽ ആളുകൾക്ക്, അല്ലെ നമ്മളിപ്പോൾ 90s കിഡ്സിനൊക്കെ വേണമെങ്കിൽ പറയാം, ഏത് സമയത്ത് അറ്റാക്ക് വരുന്നത് പറയാൻ പറ്റില്ല, ഏത് സമയത്ത് അസുഖങ്ങൾ വരുന്നത് പറയാൻ പറ്റില്ല. ടെൻഷൻ മാത്രം ഉണ്ടാവും, ജീവിക്കത്തില്ല. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡയറ്റ് ചെയ്യുക, വർക്ക്ഔട്ട്, അതൊരു സൊല്യൂഷൻ ആണ്. എല്ലാത്തിനും ഇങ്ങനെ ഉണ്ട്. ഈ റിയൽ എസ്റ്റേറ്റിനായാലും അല്ലെ, എല്ലാത്തിനും ഇങ്ങനത്തെ സൊല്യൂഷൻസ് ഉണ്ട്. അത് റൈറ്റ് ആയിട്ടുള്ള കൺസൾട്ടൻസിന്റെ അടുത്ത് സംസാരിച്ച് അല്ലെ അവരുടെ ഗൈഡൻസ് എടുത്താൽ അവർക്ക് അത്രയ്ക്ക് അതിൽ നിന്നുള്ളൊരു ടെൻഷൻ മാറും. ഇപ്പൊ നമ്മളിപ്പോ ഈ സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് എത്ര ക്ലാരിറ്റി വന്നു അല്ലേ. ഇപ്പൊ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ്, എസ്പെഷ്യലി അബ്രോഡുള്ളവർ, ഫണ്ട് അത്യാവശ്യം വരുന്നുണ്ട്, പക്ഷെ ഇത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അത് എസ്പെഷ്യലി യങ് ആയിട്ടുള്ളവരല്ല ഇത് ചിന്തിക്കുന്നത്, ഒരു 35-ന് മേലെയുള്ളവരാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രേ പറയാറുള്ളൂ, ഇപ്പം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. സോ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ഓർ ഇൻവെസ്റ്റിംഗ് അഡ്വൈസറെ ഫൈൻഡ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വഴി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ സക്സസ് ഉണ്ടാവും. ഒരിക്കലും തോന്നിയ പോലെ അവിടെ ഇവിടെയും വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ നിങ്ങൾ ചെയ്ത് പരീക്ഷിക്കാതിരിക്കുക എന്നേ പറയാറുള്ളൂ. സോ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് എസ്പെഷ്യലി ചെയ്യാൻ പോകുമ്പോൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ അഡ്വൈസ് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് എക്സ്പേർട്സുകൾ ഉണ്ടെന്നേ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല ആളുകളുണ്ട്. ഞാൻ മാത്രമാണ് നല്ല ആളെന്നല്ല, ഒരുപാട് നല്ല ആളുകളുണ്ട്. പക്ഷെ അവരാരും
ഒരുപാട് എക്സ്പോസ്ഡ് അല്ല. യെസ്, അതുകൊണ്ട് തന്നെ പലരും അറിയാതെ പോകുന്നുണ്ട് ഉള്ള ആളുകളെ. അതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇച്ചിരി പാടാണ്. അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി ബ്രാൻഡിങ് ഇല്ലാത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞു. കാരണം അവർക്ക് റെഫറൻസ് ബേസ്ഡ് ബിസിനസ് അത് തന്നെ ചെയ്യാൻ സമയമില്ല. Potential ഒത്തിരിയാണ്. എന്തിനാണെന്ന് വീണ്ടും അടുത്ത മാർക്കറ്റ് ഇതിന് പുറകെ പോകേണ്ട ആവശ്യം. അതെ, അത് കാരണം നമ്മളിങ്ങനെ വർക്ക് ഓൾറെഡി നമുക്കെല്ലാം ആവുമ്പം പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ പോകണ്ടല്ലോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഓരോ ടൈമും പോകുമ്പോൾ ഒത്തിരി അതെ. കാരണം എന്താണെന്ന് പറയട്ടെ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എവിടെ നിന്നാണ് വരുന്നത് അറിഞ്ഞൂടാ. കാരണം ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് അക്രോസ് നാളെ നമ്മൾ എവിടെ പോയിരുന്നാലും ഒന്ന് അടിച്ചു നോക്കുമ്പോൾ അല്ലേ, മനു അല്ലെ ദിപിൻ അല്ലെങ്കിൽ ആൾക്കാരെ അടിച്ച് മിജോനെ അടിച്ചു നോക്കുമ്പോൾ അപ്പം തന്നെ ഇത് വരും, ഇവരിതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഒത്തിരി പറയേണ്ട ആവശ്യം വരത്തില്ല. അവർക്ക് അവിടെ തന്നെ വേഗം ഒരു ട്രസ്റ്റ് വരുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും വേഗം. ഇല്ലെങ്കിൽ എപ്പോഴും അവർ ആ ട്രസ്റ്റ് ഇല്ലാത്തൊരു മൈൻഡ് സെറ്റിൽ കൂടി അങ്ങനെ എത്താത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു റിയൽ എസ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഡയറക്റ്റ് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാം, അവരുടെ എക്സ്പെർട്ടീസ് കാണിക്കാം. അത് അവർക്ക് പറ്റാത്തവരുണ്ടാവും, കാരണം മൾട്ടിപ്പിൾ ബിസിനസ് ഉള്ളവർ. അവരെന്ത് ചെയ്യണം, ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്പനികളുടെ സപ്പോർട്ടോട് കൂടി ഒന്നില്ലെങ്കിൽ ഓർഗാനിക് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന അവരുടെ സപ്പോർട്ട് വഴി എത്തിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗും അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് തങ്ങളുടെ സർവീസിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. അതിന്റെ കൂടെ ഒരു നല്ല PR കൂടെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോഡ്കാസ്റ്റുകളും ഒരു മിക്സ് ഓഫ് കാര്യങ്ങൾ ചെയ്താൽ ഇറ്റ് കുഡ് വർക്ക് ഔട്ട്. യെസ്, മാറും. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നല്ല. ഇപ്പം ഞാനത് വേറൊരു കേസ് സ്റ്റഡി കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലയൻറ്റ് വന്നു. ക്ലയൻറ്റ് US അത്യാവശ്യം നല്ലൊരു ക്ലയൻറ്റാണ്, കോട്ടയംകാരനാണ്, ഒരു ഡോക്ടറാണ്. വയസ്സ് 82. അദ്ദേഹത്തിൻ്റെ 82ാമത്തെ വയസ്സിൽ അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നാട്ടിൽ ഉണ്ടായിരുന്ന പഴയ പ്രോപ്പർട്ടീസൊക്കെ ഭാഗം വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ആൾക്ക് നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങണം. അതെ, ആൾക്ക് നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങണം. അപ്പം ഞാൻ ചോദിച്ചു, സാറേ സാറിൻ്റെ ഫുള്ള് ഫാമിലി US സാർ അവിടെ ഓൾറെഡി അവിടെ വലിയ വില്ലൊക്കെ ഉണ്ട്, ഒരേ സ്ഥലം US ഫുൾ സെറ്റിൽഡ്, അവിടെ വലിയ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ദിപിൻ, എനിക്ക് ഇവിടെ പ്രോപ്പർട്ടി വേണം, ഒരു വണ്ടിയും വേണം. BMW X3 പുള്ളി ബുക്ക് ചെയ്തു. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തു, പ്രോപ്പർട്ടിയും വാങ്ങിക്കണം. സാറന്നേരം ഇതൊക്കെ ഇട്ടിട്ട് പോകും. ഞാൻ വരും, ഇടയ്ക്കിടയ്ക്കൊക്കെ വരും, ഞാൻ അവിടെ നോക്കും, കാര്യങ്ങൾ വരും. എന്തായാലും എനിക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ ചോദിച്ചു, അപ്പോൾ സാർ ഈ കേരളത്തിലേക്ക് ആളുകൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യൂ? എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല? അതെ, ഇൻവെസ്റ്റ് ചെയ്യില്ലെന്ന് ആരാ പറഞ്ഞേ? അതെ, കാരണം ഞാൻ നോക്കിയപ്പോൾ നമ്മളെക്കാൾ വലിയ ലോകം കണ്ട ആളാണ് പുള്ളി. അതെ, അത്ര എക്സ്പീരിയൻസ് ഉള്ള പുള്ളിയാണ്. 3-3.5 കോടി രൂപയാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വണ്ടി എടുക്കുന്നത് ഓക്കെ, വാട്ടർ ഒരു 80 ലക്ഷം സംതിങ് എന്തോ ആണ്. പക്ഷേ ആ മനുഷ്യൻ്റെ എക്സ്പീരിയൻസ്, അയാളൊരു ഡോക്ടറാണ്, അയാൾ ബിസിനസ്സുകൾ അത്രയും കണ്ട ആളാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പല സ്ഥലങ്ങളുണ്ട്, പലയിടത്തും കൊണ്ട് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അയാൾ ഇൻവെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു. അതെ, അത് പുള്ളിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു കോൺഫിഡൻസ്, ഒരു മൈൻഡ് സെറ്റ്, ഇവിടെ ഇതൊക്കെ വരും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇവിടെ ചെയ്യാം, ആ ഒരു സ്കോപ്പ്. പക്ഷേ വാങ്ങിച്ചിട്ടാലും നഷ്ടപ്പെട്ടു പോകില്ല. യെസ്, അതാണല്ലോ. കാരണം അവരത്രയും ഈ ഒരു ഗെയിമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ആൾക്കാരാണ്. അവർക്ക് ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ് അല്ലേ. അവർ ആ കോൺഫിഡൻറ്റോടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് തന്നെ, നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും ദർ ആൻസറിങ് ഇറ്റ് സോ മച്ച് ഫ്ലുവൻ്റ്ലി ആൻഡ് ക്ലിയർലി അല്ലേ. അതൊരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ. കാരണം നമുക്കിങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് അറിയാത്തത്, അത് നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ. പിന്നെ എല്ലാത്തിലും ഇത്രേ ഉള്ളൂ, റിസ്ക് എടുക്കുക എന്നുള്ള കാര്യമുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് ആയാലും എന്തായാലും. പക്ഷെ റിസ്ക് എടുത്തോ എന്ന് കരുതി മറ്റേ സിനിമയിൽ നായകന്മാർ ചാടി മറിയുന്നു, ഇടിക്കുന്നു, വെടിയുണ്ടാക്കി നിൽക്കുന്ന ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള റിസ്ക് അല്ല, കാൽക്കുലേറ്റഡ് റിസ്ക്. ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര കോടി, ഞാൻ ഒരു 3 CR ഇൻവെസ്റ്റ് ചെയ്താൽ മാക്സിമം എനിക്ക് എത്ര ലോസ് വരാം, അതെനിക്ക് കപ്പാസിറ്റി ഉണ്ടോ അത് താങ്ങാൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റിസ്ക് എടുക്കാം. കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഒരു ബിസിനസ് ഇപ്പോൾ മനുവിൻ്റെ ബിസിനസ് എനിക്ക് വിൽക്കാൻ നിൽക്കുക. മനു പറയാണ്, എൻ്റെ ബിസിനസ്സിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ടേൺ ഓവർ എത്രയാണ്, എൻ്റെ ബാലൻസ് ഷീറ്റും എൻ്റെ P&L എല്ലാം മനു എനിക്ക് കാണിച്ചു തരിക. മനു ഇത് ഇത്രയും കൃത്യമായിട്ട് വരുന്നു, ഇതാണ് സാധനം. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ മനു പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുക.
ഡ്യൂ ഡെലിജൻസ് വല്ലതും ഉണ്ടോ, അതെ ഇത് മനു ബിസിനസ് നടത്തിയിട്ട് മനുവിന് ആരെങ്കിലും കടബാധ്യതകളുണ്ടോ, യെസ് മനു കടം വല്ലതും വരുത്തി വെച്ചേക്കുന്ന ആളാണോ, ഞാനിത് പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ ഈ ലൈബിലിറ്റി എൻ്റെ തലയിൽ ഇരിക്കൂ, അതെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്, യെസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ, അല്ലെങ്കിൽ ഇത് ലോസിൽ പോകുന്ന പ്രോപ്പർട്ടി, അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അതെ അതെ ലോസിൽ പോകുന്ന പ്രോപ്പർട്ടി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് മനുവിൻ്റെ ബിസിനസ് ലോസിലാണെങ്കിൽ കൂടെ പ്രോഫിറ്റ് മനു ചെയ്തേക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. യെസ് പക്ഷെ എൻ്റെ അടുത്ത് നല്ല സ്ട്രാറ്റജി ഉണ്ട്, അതെ എനിക്ക് ഈ സാധനം നല്ല രീതിയിൽ ആക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് അതെ ഉണ്ടെങ്കിൽ അതെ അതെ നമുക്ക് വേറൊരു കമ്പനി ഉണ്ട്, അതിലോട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുക്കുമ്പോഴോ ഉണ്ടാക്കി വെച്ചിട്ട് റിസ്ക് എടുക്കണം അല്ലേ. അതെ, നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കയറാൻ ചാൻസ് ഉള്ള പുഴയോരത്തെ പ്രോപ്പർട്ടിയിൽ ദിവസം 15,000, 20,000, 30,000 പോസിബിലിറ്റി ഉണ്ട്. അതെ അത് പക്ഷേ അപ്പൊ പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് അറിയാത്ത മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരായിരിക്കും നമ്മളുടെ ഈ പറഞ്ഞ ഓണേഴ്സ്. അവരപ്പോൾ റേറ്റ് അങ്ങ് കുറച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ അവിടെ തിരിച്ചു പറയാൻ വേണ്ടി തിരിച്ചു ചിന്തിക്കും. അതെ അവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്, നിങ്ങളത് വിറ്റ് കളയരുത്, മണ്ടത്തര. അതെ നല്ല പ്രോപ്പർട്ടി ഉണ്ട്. റീസെൻ്റ്ലി വേറൊരു ഇൻസിഡൻറ്റോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വാഗമണ്ണിൽ പ്രോപ്പർട്ടി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 10-20 ഏക്കർ സ്ഥലമുണ്ട്. അദ്ദേഹം അവിടെ ഒരു റിസോർട്ട് പണിതിട്ട് അത് ലാസ്റ്റ് വിൽക്കാനായിട്ട് വിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പ്രോപ്പർട്ടികളിൽ ഏറ്റവും മോശം പ്രോപ്പർട്ടിയിലാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ റിസോർട്ട് പണിത്. ഞാൻ എന്താ പറഞ്ഞു, എടാ അത് എല്ലാവരും പറഞ്ഞു ആ പ്രോപ്പർട്ടി അത്രയ്ക്ക് മോശം പ്രോപ്പർട്ടിയാണ്, അത് കാണാൻ വലിയ ലുക്കൊന്നുമില്ല. പക്ഷേ ആ പ്രോപ്പർട്ടിയിൽ പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ 18 ഏറ്റവും മനോഹരമായ പ്രോപ്പർട്ടിയായി മാറി ഈ ഒരു പ്രോപ്പർട്ടി. നമ്മൾ ചിലപ്പോൾ ആദ്യ കാഴ്ചയിൽ അതിൽ ഭംഗി ഉണ്ടാവില്ല, അത് കൃത്യമായിട്ടും അതിനെ അണിയിച്ചൊരുക്കി എടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക, പിന്നെ റവന്യൂ വരിക. ഏതൊരു സാധനം നമ്മൾ പൊതിഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതിനാണ് വാല്യൂ വരുന്നത്. സോ അത് തന്നെയാണ് അദ്ദേഹം അവിടെ അപ്ലൈ ചെയ്തത്. ബേസിക്കലി ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ബിസിനസ് ഗ്രോത്ത് ക്ലബിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ്, ഈ ഒരു നോളജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക റൈറ്റായിട്ട് ഓഡിയൻസിലോട്ട്. ക്ലബിൽ വീക്ക്ലി മീറ്റിങ്സ്, അതുപോലെ ഈ പോഡ്കാസ്റ്റുകൾ, ഇതിലെല്ലാം മെയിൻ ഗോൾ. കാരണം നമുക്ക് ഈ ട്രസ്റ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ്, കാരണം ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, ഓരോന്നിനും അതിൻ്റെ തന്നെ എക്സ്പേർട്സ് ഉണ്ട്, വേറെ എക്സ്പേർട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് ഈ പറഞ്ഞ ട്രസ്റ്റഡ് ആയിട്ടുള്ള അഡ്വൈസുകളും കൺസൾട്ടേഷനും വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഒരു ഗെയിം ചേഞ്ചിങ് വരുന്നത്. കാരണം ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇതെല്ലാം ഒത്തിരി പേര് കാണും. ഈ ഓഡിയൻസ് എല്ലാവർക്കും ഈ ഒരു പോഡ്കാസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റിയത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിലുള്ളത്, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിലായാലും ചെയ്യേണ്ടത്. കാരണം എല്ലാവരെയും എൻഡ് ഗോൾ എന്താണ്, നമ്മളിവിടെ വന്ന് ജീവിക്കുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റണം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഈ മൈൻഡ് സെറ്റ്, ഇതിൻ്റെ എല്ലാത്തിനും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ഈ സ്ട്രെസ്സാ. മുല്ലപ്പെരിയാർ ഇപ്പൊ പോകും, സ്ട്രെസ്സാ, ആ വെള്ളം ഇപ്പൊ കയറും, ആ സ്ട്രെസ്സാ. അയ്യോ എൻ്റെ ഇവിടെ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എന്താണ് UK-ലും യൂറോപ്പിലും GCC-ലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യും, കേരളം പോയി അങ്ങനത്തെ മൈൻഡ് സെറ്റോടെ നടക്കും. ആ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റണം, അതാണ് ഇവിടുത്തെ മെയിൻ ഗോൾ. അതിൽ ഒരു ഞാൻ ജാക്സണായിട്ട് സംസാരിച്ച ഒരു കാര്യമാണ്, ഞാൻ ആ ടെക്നോളജി വേറൊരു കൺട്രിയിൽ കണ്ടതാണ്. അതായത് വെള്ളപ്പൊക്കം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഡിവൈസുകൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ അത് എർത്ത് ക്വേക്കിനുണ്ട്, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നതാണ്. അതായത് നമ്മുടെ ബെഡ് പിളർന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും, അതൊരു സെക്യൂർഡ് ആയിട്ടുള്ള ബോക്സ് ആയിരിക്കും, ഫുഡ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ബോൾ, ഒരു സ്ഫിയർ, ആ സ്ഫിയർ നമ്മുടെ വീടിന്റെ അവിടെ ഒന്നില്ലെങ്കിൽ നങ്കൂരം മറ്റേ ആങ്കർ ഇട്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും. സോ വെള്ളപ്പൊക്കം ഇങ്ങനെ എന്ത് ഇഷ്യൂ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ആ ഫാമിലിക്ക് ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞാൽ 1 വീക്ക് എല്ലാം കഴിക്കാനുള്ള ഫുഡ്, ഓക്സിജൻ എല്ലാം അതിലുണ്ടാവും. അത് ഒഴുകി പോകാനുള്ള സെറ്റപ്പും ഉണ്ട്. സോ ഇനി വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വല്ലതും ചിന്തിക്കുക. ഓൺടർപ്രണേഴ്സ് തിങ്ക് അബൌട്ട് ദിസ് വൺ. ആൻഡ് അത് മേ ബി ആദ്യം അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷേ അത് സ്റ്റേജിൽ അങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസ് ആണ് ബിസിനസ് ഓണേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇൻഷുറൻസ് വളരെ വലിയൊരു കാര്യമാണ്. വീടിന് വരെ ഇൻഷുറൻസ് ചെയ്യാം, കാറിന് ഇൻഷുറൻസ് ചെയ്യാം. ഓരോ ഇൻഡിവിജ്വൽ അത് ആർക്കും അറിഞ്ഞൂടാ, അവർ ഓർക്കുന്ന സെയിൽസ്മാൻ ആണ് ഇൻഷുറൻസ്. എക്സാക്ട്ലി. ഹെൽത്ത് ഇൻഷുറൻസുകാർ വരുമ്പോ അയ്യേ പോടാ എന്നുള്ള മൈൻഡാണ്. ഇപ്പം മെജോയ്ക്ക് അറിയാം, റീസെന്റ് ഈ കഴിഞ്ഞ എൻ്റെ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ മകളുടെ ഹോസ്പിറ്റലൈസ്ഡ്. ഇപ്പം എല്ലാവരും പനിയുടെ കാലഘട്ടമാണ്. ചെറിയ എമൗണ്ട് ഒന്നുമല്ല, ഒറ്റയടിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അതേ സെയിം സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ നാട്ടിൽ ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ ഒരു നമ്മുടെ ഫാമിലിയിലുള്ള നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ മതി നമ്മൾ മെൻ്റലി തകരാൻ. മെൻ്റലി തകരാൻ ഫണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശില്ല, ഇവരെ എങ്ങനെ ചികിത്സിക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടു.
അതെ. അവിടെ ഇൻഷുറൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസിൽ പേടിച്ചിരിക്കുന്ന ആളുകൾ ചിന്തി അവരുടെ പ്രോപ്പർട്ടിയിൽ അവർ ഇൻഷുറൻസ് എടുത്ത് വെക്ക്. അതെ അതെ എന്തിന് ടെൻഷൻ അത് അടിക്കണം? ശ്രദ്ധിച്ചാൽ മതി. ഈ പറയുന്ന ടേംസിൽ ഇൻക്ലൂഡഡ് ആണോ, അതിന് ആ ഇൻഷുറൻസിൽ നിന്ന് വാല്യൂ കിട്ടുമോ, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റിട്ടേൺസ് വരുമോ, ഇതെല്ലാം പേപ്പറൊക്കെ വായിച്ചു നോക്കണം. ചുമ്മാ പറഞ്ഞു കേട്ട് ടിക്കറ്റ് അടിച്ച് ഒപ്പിട്ടിട്ട് പോയ കാര്യമില്ല. കാരണം ഇപ്പൊ കാറിന്റെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഒരു 200 റുപ്പീസ് 300 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ ഫ്ലഡ് ഇതിനൊക്കെ affect ആവുന്നുണ്ടോന്നുള്ളത്. അപ്പൊ എന്താ പറയുക, നമ്മൾ ചെറിയ ലാഭത്തിന് വേണ്ടി ആ 300 റുപ്പീസ് അങ്ങ് ലാഭം ചെയ്യും. അത് ഇപ്പം കൂടുതൽ ഇൻഷുറൻസ് ആളുകൾ ഈ ഓൺലൈൻ പല സൈറ്റുകളിലും വരുന്നത്. അപ്പം ഏറ്റവും കുറവ് എവിടെ കാണുന്നത് അതേ എടുക്കുള്ളൂ. അതെ, പൈസ ബസാറിലൊക്കെ ഏറ്റവും കുറവ് നോക്കിയിട്ട് ഏറ്റവും. പക്ഷെ അപ്പൊ ഇവൻ ചിന്തിക്കുക അവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ടല്ലോ, ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വേറെ എന്ത്, അത് നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും, അയ്യോ ദേ 200 രൂപ കൂടി, അന്നേരം അപ്പൊ ഈ ആഡ് ഓൺ സർവീസ് മെജോ പറഞ്ഞ പോലെ തന്നെ അത് ഫ്ലഡിന്റെ ആയിരിക്കാം. ഞാൻ ഈ കല്യാണം കഴിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഓർ വാട്ട് എവർ അവരോട് ഞാൻ ആദ്യം പറയുന്ന ഒരു ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു ഫാമിലി ഇൻഷുറൻസ് എടുക്കാനാണ്. ഹെൽത്ത് കാരണം കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തോ. അപ്പൊ എന്താ ഒരു ഗുണം എന്താ അറിയോ, പ്രഗ്നൻസി ഡെലിവറിക്ക് ഇവിടെ ഇൻഷുറൻസ് കവറേജ് അല്ല. ഇപ്പം ന്യൂ ഇൻഷുറൻസും കുറെ ഇൻഷുറൻസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ 6 മാസത്തിൽ മെറ്റേണിറ്റി ഇൻഷുറൻസ് അല്ല, അത് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, മാറുന്ന അനുസരിച്ച് ഇൻഡസ്ട്രിയിൽ ഇതൊന്നും ആരും അറിയുന്നില്ല. ഇൻഷുറൻസിനെ പറ്റി എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കീംസ്. റീസെന്റ് നമ്മുടെ ജാക്സൺ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യം അറിയുന്നത് ഗോൾഡ് ജ്വല്ലറീസിന് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അതായത് മിസ്സായാലോ അല്ലെങ്കിൽ കത്തിപ്പോവോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അതിന്റെ ഗോൾഡ് റേറ്റിന്റെ നഷ്ടപ്പെട്ട ഗോൾഡിന്റെ 95% ആണ്. അപ്പൊ ഒരു 3 ലക്ഷം രൂപയുടെ ഒരു മാല പോയാൽ ആ പണിക്കൂലി കുറച്ചിട്ടുള്ള ഗോൾഡ് എമൗണ്ടിന്റെ 95%. ഇപ്പൊ ഈ ഫ്ലഡ് എത്ര പോയി, എത്ര പേർക്ക് എത്ര നഷ്ടം, ഇൻഷുറൻസ് ഉണ്ടായിരുന്ന എത്രയൊക്കെ സേവ് ചെയ്യായിരുന്നു അല്ലേ. സോ എല്ലാത്തിനും ഇൻഷുറൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇപ്പൊ ഞാൻ ഓൺലൈനിൽ ഒരു സ്മാർട്ട് ഫോൺ എടുത്താലും ഒരു TV എടുത്താലും എന്ത് ഗാഡ്ജറ്റ് ഉണ്ടായാലും അതിൽ ആഡ് ഓൺ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കും. 1000, 1500, 2000 ആണെങ്കിൽ കൊടുത്തെടുക്കും. ഭയങ്കര ബെനിഫിറ്റാ. പീസ് ഓഫ് മൈൻഡ് ആണ്, സമാധാനം. ടെൻഷൻ അടിക്കുന്ന കാര്യമില്ലല്ലോ. റിയൽ എസ്റ്റേറ്റില് ഇത് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കുന്നതാണ്. അത് എസ്പെഷ്യലി ഹോം ലോൺ എടുക്കുന്നവർക്ക് ഇത് കിട്ടുന്നുണ്ട് ഡയറക്ട്ലി, അവരറിയാതെ ഓൾറെഡി ബാങ്ക്സ് അത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഹോം ലോൺ എടുക്കുന്നവർക്ക് ഇത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സാറേ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ, ഇത് എടുക്കാൻ. വേണ്ട 20,000 കുറച്ചോ. അത് പറയുമ്പോൾ തന്നെ അങ്ങ് കുറച്ചിട്ട് അങ്ങ് കൊടുക്കും. പക്ഷെ ഇപ്പൊ മാറ്റം വന്നു തുടങ്ങി. പേഴ്സണൽ ലോണിലും ഉണ്ട്, പേഴ്സണൽ ലോണിലും അങ്ങനെ ഉണ്ട്. കാരണം അത് ആലോചിക്കേണ്ട കാരണം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് എക്സ്പയർ ആയ എന്തെങ്കിലും ഇഷ്യൂ വന്നു പോയി, നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്, അവസാനം നമ്മളെ ഫാമിലിയിലോട്ടായിരിക്കും പോകുന്നത്. അതപ്പോൾ അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇതൊന്നും നോളജ് കിട്ടാത്തത് അതൊരു വലിയ ഫാക്ടറാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിലായാലും ഏറ്റവും കൂടുതൽ നോളജ് കിട്ടാത്തതാണ് മെയിൻ പ്രോബ്ലം. അപ്പം ബിസിനസ് ഗ്രോത്ത് ക്ലബ്ബിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ എക്സ്പേർട്സിനെയും നമ്മൾ കേരളത്തിലുള്ള ഓഡിയൻസിന് വേണ്ടി റൈറ്റ് ആയിട്ടുള്ള വാല്യൂ ത്രൂ ഈ ഒരു സെഷൻ, ഇങ്ങനത്തെ സെഷൻസ് ഞങ്ങൾ ഡെലിവറി ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് ഓർ ഡിസ്കഷൻ, നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം. സീ യു സൂൺ.